ബി.ജെ.പി. നേതാവും എം.പിയുമായ വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയേറി. സിറ്റിംഗ് സീറ്റായ ഫിലിപ്പത്ത് നിഷേധിച്ചതോടെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഈ മഹത്തായ പാർട്ടിയിൽ ചേരാൻ വരുൺ ഗാന്ധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത്. മണ്ഡലത്തിൽ നിന്ന് വരുൺ ഗാന്ധിക്ക് ബി.ജെ.പി. വീണ്ടും നോമിനേഷൻ നിഷേധിച്ചതിനാൽ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരവകാശി കോൺഗ്രസിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കാൻ തീരുമാനിച്ചാൽ വരുൺ ഗാന്ധിയെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. അമേഠിയിൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ആരെയെങ്കിലും അവിടെ നിന്ന് മത്സരിപ്പിക്കണമെന്ന് യു.പിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരുണിൻ്റെ അമ്മയും മുൻ കേന്ദ്രമന്ത്രിയുമായ മേനകാ ഗാന്ധിയെ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും നാമനിർദ്ദേശം ചെയ്തതിലൂടെ ബി.ജെ.പി. അമേഠിയിൽ നിന്ന് വരുൺ ഗാന്ധിയെ വിലക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സ്വന്തം അഭിപ്രായത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന യുവനേതാവെന്ന പേര് വരുൺ ഗാന്ധിക്ക് പണ്ടേയുണ്ട്. നിലപാടുകളുടെ രാജകുമാരനാണ് വരുൺ ഗാന്ധി. അദ്ദേഹം ബി.ജെ.പിയുടെ തെറ്റിനെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നേതാവാണ്. നരേന്ദ്രമോദിയുടെ കർഷക ദ്രോഹത്തെ ബി.ജെ.പിയിൽ നിന്നുകൊണ്ട് തന്നെ എതിർത്ത നേതാവാണ് വരുൺ ഗാന്ധി. കാവി ധരിച്ച യോഗി നാടുഭരിക്കാൻ യോഗ്യനല്ലെന്ന് വിളിച്ചു പറഞ്ഞ നേതാവാണ് വരുൺ ഗാന്ധി. ആ വരുൺ ഗാന്ധി ഇനി മത്സരിക്കേണ്ടെന്ന് ബി.ജെ.പി. പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ അദ്ദേഹം തയ്യാറാകില്ല. വരുൺ ഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരയുടെ ചെറുമകനാണ്. അതുകൊണ്ട് ഇതുവരെ രാഷ്ട്രീയത്തിൽ ആർക്കുമെതിരെയായിരുന്നില്ല വരുൺ ഗാന്ധിയുടെ പോരാട്ടമെങ്കിൽ ഇനി ബി.ജെ.പിക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം. നരേന്ദ്രമോദിയുടെ തട്ടിപ്പ് രാഷ്ട്രീയത്തെ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ എതിർത്തു തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കൂട്ടായി വരുൺ ഗാന്ധി വരുന്നത് ഈ രാജ്യത്തെ ഒന്ന് ഇളക്കി മറിക്കുക തന്നെ ചെയ്യും. വരുൺ ഗാന്ധി എന്ന ബി.ജെ.പി. എം.പിയോട് അവരുടെ പാർട്ടി ചെയ്ത മര്യാദകേടാണ് എല്ലാവർക്കും അത്ഭുതം. അതായത് വരുണിൻ്റെ സീറ്റ് പിടിച്ചെടുത്ത് ബി.ജെ.പി. ആ സീറ്റ് നൽകിയത് കോൺഗ്രസിൽ നിന്നും എത്തിയ ജിതിൻ പ്രസാദക്കാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയിലെ പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു ജിതിൻ പ്രസാദ്. 15ാം ലോക്സഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ അദ്ദേഹം സഭയിൽ ഉത്തർപ്രദേശിലെ ദൗറേര മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. മുൻ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് ജിതിൻ പ്രസാദ്. അങ്ങനെ കോൺഗ്രസുകാരന് സീറ്റ് നൽകി തന്നെ അപമാനിച്ചു വിട്ട ബി.ജെ.പിയുടെ തകർച്ച കാണാനാണ് ഇനി വരുൺ ഗാന്ധിയുടെ പോരാട്ടം.